ക്ലൈമാക്സ് കുറച്ച് നന്മമര ആ രീതി കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടെ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കാണാമായിരുന്നു. അപർണ ബാലമുരളിയും രാജ്വി ഷെട്ടിയൊക്കെ അല്ലേ, അവരുടെ മിനിമം ഗ്യാരണ്ടി ഉറപ്പല്ലേ, നല്ല സിനിമയാണ്. നമുക്ക് കുറച്ച് ശ്രദ്ധ വേണമെന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞും വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് പോണേയാണ്. അതിൻ്റെ ഇടയിലൊന്ന് ചങ്ങല പൊട്ടിയാൽ നമുക്ക് വിട്ടുപോകുമെന്നുള്ളത്. കഥ മനസ്സിലാവുന്നില്ലെന്നോ? അത് അവരുടെ കുറ്റമായിരിക്കും. ഒന്നും പറയില്ല. എന്ത് പറയാന്ന് വെച്ചാൽ നല്ല പടം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, കൊള്ളാം, നല്ല മൂവിയാണ്. സസ്പെൻസ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ത്രൂ ഔട്ട് സസ്പെൻസ് തന്നെയാണ്. നന്നായി കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ. അതിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സ്ലോവ് ഉണ്ട് കേട്ടോ. അതെ, അത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ത്രില്ലർ ഫിലിമാണ്. എസ്പെഷ്യലി ഇതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും BGM ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു കഥയായിരുന്നു. പക്ഷേ എന്താണ് ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ല സിനിമ ഉണ്ട്. കഴിഞ്ഞ മാസമൊക്കെ ഒരു നല്ല ഫിലിം കണ്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു. അപ്പം ആ ഒരു പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഓവറോൾ മൊത്തത്തിൽ കൊള്ളാം. ഒരു സർവൈവ് ത്രില്ലർ മൂവിയാണ്. കണ്ടുകൊണ്ടിരിക്കാം, ലാഗില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല പടം. കൊള്ളാം, നല്ല സിനിമ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പറ്റുന്നതും മാക്സിമം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ത്രില്ലിങ്ങാണ്, നല്ല ത്രില്ലർ. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. പക്ഷേ അഭിനയം പറയണ്ടല്ലോ. അപർണ ബാലമുരളിയും രാജ്വി ഷെട്ടിയൊക്കെ അല്ലേ, അവരുടെ മിനിമം ഗ്യാരണ്ടി ഉറപ്പല്ലേ, നല്ല സിനിമയാണ്. എല്ലാവരും അടിച്ചു പൊളിച്ചു. ബ്രൂ സിനിമ ഒരു സർവൈവൽ ത്രില്ലറാണ്. ഭയങ്കരമായ സംഭവം കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ക്ലൈമാക്സ് വരെ നമുക്ക് ബോറടിക്കാതെ കണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു സർവൈവൽ ത്രില്ലറാണ് സിനിമ. അതായത് പക്ഷേ ക്ലൈമാക്സ് കുറച്ച് നന്മമര ആ രീതി കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടെ നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കാണാമായിരുന്നു. അത്രയേ ഉള്ളൂ. ഭയങ്കരമായ എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. രണ്ടുപേരും പെർഫോമൻസ് ഒരു രക്ഷയില്ല. അപർണ ബാലമുരളിയും രാജ്വി ഷെട്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. രണ്ടും സൂപ്പറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുകയൊക്കെ ചെയ്യും, പക്ഷേ അത് പെട്ടെന്ന് സാധാരണ പ്രേക്ഷകന് കണക്ട് ആവാൻ പറ്റുന്ന രീതിയിലല്ല എടുത്തിരിക്കുന്നത്. മേക്കിംഗ് എല്ലാം ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. ഒരു സർവൈവൽ ത്രില്ലറാണ്, അത്രയേ ഉള്ളൂ. നല്ല ഫിലിമാണ്. നല്ല റിവെഞ്ചിൻ്റെ ഇതാണ്. നമുക്കത് ആദ്യമേ മനസ്സിലാവുന്നുണ്ട്, റിവെഞ്ചാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ചെറുപ്രായത്തിൽ വരുന്ന ഓരോ സംഭവങ്ങൾ, ഓരോ മനുഷ്യരെ എത്ര വലിയ പദവിയിലെത്തിയാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് കാണിക്കുന്ന ഒരു പടമാണ്. പിന്നെ അതിലെ നായകനെ വളരെയധികം നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. 1-2 ഫിലിം കണ്ടിട്ടുണ്ട്. ഭയങ്കര പെർഫോമൻസാണ്. ഇതാരത് പുതിയ ആളെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഭയങ്കര പെർഫോമൻസാണ്. ലാസ്റ്റ് വരെ ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കുന്നില്ല. സസ്പെൻസ് നന്നായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവസാനം എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ അവസാനം തന്നെയാണ് തിരിച്ചറിയുന്നത്. വളരെ നല്ല പടം, കണ്ടിരിക്കാം. കഥ കണക്റ്റ് ആകും, ഒരു കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ശ്രദ്ധ വേണമെന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞും വന്നു കഴിഞ്ഞാൽ ഒരു കണക്ട് ചെയ്ത് പോണേയാണ്. അതിൻ്റെ ഇടയിലൊന്ന് ചങ്ങല പൊട്ടിയാൽ നമുക്ക് വിട്ടുപോകുമെന്നുള്ളതാണ്. കഥ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നല്ല ക്യാരക്ടറുണ്ട്, പിങ്കു എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും ആ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഫിലിമാണ്. പടം ഫസ്റ്റ് വന്നിട്ട് ഭയങ്കര ലാഗായിരുന്നു. അപ്പോഴും നമ്മൾ പടം പോയി എന്നൊരു ചിന്താഗതിയാണ് നമുക്ക് വന്നത്. പക്ഷേ പോകെ ഭയങ്കര രീതിയിൽ പടം കത്തി കയറുന്ന കാണുന്നത്. മരണമാസ് പെർഫോമൻസ് ആയിരുന്നു അപർണ മുരളി ലാസ്റ്റ് സീനിലൊക്കെ വന്നിട്ട്. അതുപോലെ ഒരു സോഷ്യൽ മെസ്സേജ്, നമ്മളെപ്പോഴും സിനിമ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം കോമഡി ആണെങ്കിലും കുടുംബചിത്രമാണെങ്കിലും അത് പ്രതീക്ഷിച്ച് വരുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷേ ഒരു സ്ത്രീയെ കൊണ്ട് ഒരു മുറിയിൽ പാഴ്വസ്തു കിടക്കുന്നു, അതുപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു മെസ്സേജ് കൂടി ഒരു ഡയറക്ടർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഥ മനസ്സിലാവുന്നില്ലെന്നോ? അത് അവരുടെ കുറ്റമായിരിക്കും. കഥ അതൊന്നുമല്ല. ഡോക്ടർ വന്നിട്ട് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്. നമ്മളിപ്പം ഡോക്ടേഴ്സിനെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലും ഇങ്ങനൊരു മൃഗീയ മനസ്സുണ്ട് എന്നൊക്കെ ഡയറക്ടർ കാണിച്ചു തരാൻ ശ്രമിക്കുന്നു.